ഹലോ എവ്രി വൺ, എൻ്റെ പേര് അർച്ചന ടി എസ്. ഞാനൊരു ക്വാളിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. നമുക്കറിയാം നമ്മുടെ മെയ് എക്സാം ഇപ്പോൾ നമ്മുടെ പടിവാതിലേക്ക് നിൽക്കുകയാണ്. അപ്പോൾ ഈ ലാസ്റ്റ് മന്തിൽ ഞാൻ ഫോളോ ചെയ്തിരുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാനിന്നിവിടെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. ഇതൊരു എക്സ്പേർട്ട് ഒപ്പീനിയൻ ആയിട്ടോ അഡ്വൈസ് ആയിട്ടോ എടുക്കണ്ട. ജസ്റ്റ് ഇതൊരു ബ്രീഫിംഗ് ആണ്. ഞാൻ അന്നേരം അതൊന്ന് റിക്കവർ ആവാനായിട്ട് ചെയ്ത മെൻ്റലി ഫിസിക്കലി അതുപോലെ നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങൾ. ഓക്കെ അതിൽ ഞാൻ നോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് എന്താണെന്ന് അറിയാം, നമുക്കറിയാം ഈ മന്ത് നമ്മുടെ ഈ എക്സാം തീരുന്നവരെ നമ്മളെല്ലാവരും ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു അവസ്ഥയിൽ കൂടെ ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ, എക്സെപ്ഷൻസ് ഉണ്ട്, ഞാൻ അതല്ല പറയുന്നത്. പക്ഷേ നമുക്കറിയാം ഈ ഒരു എക്സാം ആ ലാസ്റ്റ് ഡേറ്റിൽ നമ്മളത് എഴുതി ഇറങ്ങുന്നത് വരെ നമ്മളെല്ലാവരും വേറൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലായിരിക്കും. അപ്പം സ്ട്രെസ്ഫുള്ളാണ്, എല്ലാം ഓക്കെ. പക്ഷേ അതിൽ നിന്നൊരു റിലീഫ് എന്ന രീതിയിൽ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, നമ്മൾ 10th പ്ലസ് 2 ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ആ സമയത്ത് നമ്മൾ എക്സാം എഴുതിയിരുന്നു. 10 എക്സാം, അത് കഴിഞ്ഞ് പ്ലസ് 2 ഇത്ര എക്സാം ഒക്കെ നമ്മൾ എഴുതിയിട്ടാണ് വന്നത്. അവിടെ നമുക്കറിയാം ഇത് കഴിഞ്ഞാൽ നമുക്കൊരു റീചാൻസ് ഇല്ല. നമുക്ക് ആ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ അത് പാസ്സായേ പറ്റുള്ളൂ. ഇതിപ്പോൾ നമുക്കറിയാം ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ CA ഫസ്റ്റ് ഈ എക്സാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ഇപ്പോൾ 3 months പറയുന്നു. 3 months കഴിയുമ്പോൾ അടുത്ത എക്സാം വരും. അങ്ങനെ നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ നമ്മൾ ഓരോ എക്സാം എഴുതുമ്പോഴും ജസ്റ്റ് തിങ്ക് ദാറ്റ് നമുക്കൊരു റീചാൻസ് ഇല്ല, ഈ അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് ക്ലിയർ ചെയ്യണം. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ നമ്മളൊരു ഇൻട്രസ്റ്റഡ് ആവും. നമുക്ക് കുറച്ചുകൂടെ ഒരു അത് തീർക്കണം എന്നുള്ളൊരു മൈൻഡിലേക്ക് നമ്മളെത്തും. അത്രയ്ക്കത്രേ ഉള്ളൂ എന്നുള്ളൊരു വിചാരിക്കുക. 10th പ്ലസ് 2 ഡിഗ്രി ഒക്കെ കഴിഞ്ഞു, അതിൽ ഞാൻ പരീക്ഷ എഴുതി, ഞാൻ പാസ്സായി, ഇത് എന്നെ കൊണ്ട് പറ്റും എന്നുള്ള രീതിയിൽ തന്നെ അതിനെ കാണുക. പിന്നെ മെൻ്റൽ വെൽബീയിങ്, ഇതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ മാക്സിമം ഫോൺസൊക്കെ നമ്മൾ മാറ്റി വയ്ക്കുന്ന ഒരു സമയമാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും പല കോൾസും പല മെസ്സേജസും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം എപ്പോഴും നമ്മൾ ഒരു കോൾ ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും ബി വൈസ്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനെ മാത്രം കോണ്ടാക്ട് ചെയ്യുക. ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി ആരായാലും വിളിക്കുമ്പോൾ തന്നെ നമ്മൾ അയ്യോടാ നീ ഒന്നും പഠിച്ചില്ല, ഞാനൊന്നും പഠിച്ചിട്ടില്ല അങ്ങനെയൊക്കെ പറയാതെ നിന്നെ കൊണ്ട് പറ്റും, നീ എന്തായാലും നോക്ക്, നീ ഇപ്പോൾ എവിടെയെങ്കിലും സ്റ്റക്ക് ആവണമെങ്കിൽ കുറച്ച് നേരം ഒന്ന് വിശ്രമിക്കുക, എന്നിട്ട് നോക്ക്, അതെല്ലാം കോപ്പപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ നിനക്ക് പറഞ്ഞുതരാം എന്നൊക്കെ പറയുന്ന ഫ്രണ്ട്സിനെ മാത്രം നമ്മൾ ഈ ഒരു സമയത്ത് കോണ്ടാക്ട് വയ്ക്കുക. അത് കഴിയും ആയിക്കോ, കുഴപ്പമില്ല. പക്ഷേ ഈ സമയത്ത് നമ്മൾ അങ്ങനെയുള്ളവരെ മാത്രം നമ്മുടെ കൂടെ നിർത്തുക. കാരണം അത് നമ്മളെ ഭയങ്കരമായിട്ട് പോസിറ്റീവ്ലി നമ്മുടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. നമുക്കത് മനസ്സിലാവില്ല. പക്ഷേ അവർ ആ കോൾ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അവർ പറഞ്ഞല്ലോ, അപ്പം ഞാൻ ഒന്നിരിക്കാം, എനിക്ക് കുഴപ്പമില്ല, ഇതൊന്ന് തീർക്കാം, അല്ലെങ്കിൽ എനിക്ക് ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവൾ ക്ലിയർ ചെയ്ത് തരും എന്നൊരു ആ ഒരു വിശ്വാസം നമുക്കുണ്ടാവും. എനിക്കത് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഓക്കെ, സ്ലീപ്പ് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മളിപ്പോൾ പറയും രാവും പകലും ഇല്ലാണ്ടിരുന്ന് പഠിക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇപ്പോൾ 24 മണിക്കൂർ ഉണ്ടെങ്കിൽ 20 മണിക്കൂർ ഇരുന്ന് പഠിക്കുക എന്നൊക്കെ പറയും. പക്ഷെ ഞാനൊരിക്കലും സ്ലീപ്പ് കോംപ്രമൈസ് ചെയ്തിട്ടില്ല. എങ്ങനെയാണെങ്കിലും ഈവൻ ആ എക്സാമിൻ്റെ സമയത്താണെങ്കിൽ പോലും ഒരു 6 to 7 hours എന്തായാലും പ്രോപ്പറായിട്ടുള്ള ഉറക്കം. നിങ്ങൾ രാവിലെ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ രാത്രി കണ്ടിന്യൂസ് ആയിട്ട് 6 to 7 hours, അല്ല നിങ്ങളിരുന്ന് രാത്രി പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ പകൽ ആ ഒരു അവേഴ്സ്, അത് പ്രോപ്പറായിട്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് സ്ലീപ്പ് പ്രോപ്പറാക്കുക. കാരണം അല്ലെങ്കിൽ ലാസ്റ്റ് മൊമെൻറ്റിൽ നമുക്ക് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എന്താ വെച്ചാൽ നമ്മുടെ ബ്രെയിൻ അത്രയും വർക്ക് ചെയ്യുന്നതല്ലേ, നമ്മൾ ഒറ്റ സ്ട്രെച്ചിലിരുന്ന് ഇത്രയും പോർഷൻസും ഇത്രയും സബ്ജക്ട്സും ഒക്കെ കവർ ചെയ്യുന്നത്. അപ്പം ബ്രെയിൻ ഭയങ്കരമായിട്ട് വർക്കൗട്ട് ചെയ്യും. ബ്രെയിനിന് ഒരു റെസ്റ്റ് വേണ്ടേ, എന്നാലല്ലേ നമുക്ക് എക്സാമിന് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണല്ലോ അൾട്ടിമേറ്റ് നമ്മുടെ എയിം. പിന്നെ ഇപ്പോൾ സമ്മറാണ്, ഡീഹൈഡ്രേഷൻ നല്ല രീതിയിൽ നടക്കുന്ന സമയമാണ്. സോ നന്നായിട്ട് വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, പിന്നെ കഞ്ഞിവെള്ളം, നമ്മുടെ നാരങ്ങ വെള്ളമൊക്കെ കുടിക്കുക. അത് നല്ലതായിരിക്കും. കാരണം ഇത്രയും നമ്മൾ എക്സോസ്റ്റായിട്ട് ഇരിക്കുമ്പോഴത്തേക്കും അതൊരു റിഫ്രഷ്മെൻ്റ് ആയിരിക്കും. പിന്നെ ജനറലായിട്ട് പറയുന്നത് നമ്മുടെ റിവിഷൻ. ഇപ്പം നിങ്ങൾ എന്താണോ ഫോളോ ചെയ്യുന്നത്, ഏതെങ്കിലും ടൈം ടേബിൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളായിട്ട് ഉണ്ടാക്കിയ ടൈം ടേബിളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫാക്കൽറ്റീസ് പറയുന്ന ടൈം ടേബിൾ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫോളോ ദാറ്റ്. ഈ സമയത്ത് വേറൊരെണ്ണം ഉണ്ടാക്കാനോ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വേറൊരാളുടെ നോക്കിയിട്ട് കോപ്പി ചെയ്യാനോ നിൽക്കരുത്. നിങ്ങൾ എന്താണോ ഫോളോ ചെയ്യുന്നത് അത് തന്നെ ഫോളോ ചെയ്ത് പോവുക. പിന്നെ എവിടെയെങ്കിലും സ്റ്റക്ക് ആവാൻ തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഫാക്കൽറ്റീസിൻ്റെ റിവിഷൻ വീഡിയോസോ മാരത്തോൺസോ വല്ലതും ഉണ്ടെങ്കിൽ അത് റെഫർ ചെയ്യാം. പിന്നെ മറന്നു പോകും എന്നുള്ളൊരു തോട്ട്. ഇപ്പോൾ ഫസ്റ്റ് റിവിഷൻ കഴിഞ്ഞു, സെക്കൻഡ് റിവിഷൻ കഴിഞ്ഞു, തേർഡ് റിവിഷൻ എടുത്തു. തേർഡ് റിവിഷൻ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് തോന്നുകയാണ് ഈ പോയിന്റ് ഞാൻ പഠിച്ചതായിരുന്നു പക്ഷെ എനിക്ക് കിട്ടുന്നില്ല. പാനിക് ആവേണ്ട ആവശ്യമില്ല. അതൊന്നുകൂടെ ഒന്ന് നോക്കുക, ആ ചാപ്റ്റർ ഒന്നുകൂടെ ഒന്ന് പെട്ടെന്ന് മറിച്ച് നോക്കുക.
പോയിന്റ് കിട്ടുമോ ഇല്ലയോ നോക്കുക. കിട്ടിയില്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ആ ഇത് തന്നെ റെഫർ ചെയ്യുക. പക്ഷേ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്യരുത്. കാരണം അത് ജസ്റ്റ് ഒരു ട്രിക്കാണ്. നമ്മുടെ മൈൻഡ് നമ്മളെ പറ്റിക്കുന്നതാണെന്ന് വിചാരിക്കുക, അതവിടെ വിടുക, അത്രയേ ഉള്ളൂ. പിന്നെ തിയറി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതെനിക്ക് മനസ്സിലായത് നമ്മൾ ലാസ്റ്റ് ഇപ്പോൾ MCQ കൂടെ ഉള്ളപ്പം ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഭയങ്കരമായിട്ട് കൂടി. നമുക്ക് ഈ പ്രാക്ടിക്കൽ ആണെങ്കിൽ പോലും നമ്മൾ പറയും പ്രാക്ടിക്കൽ അല്ലേ, ഇതെല്ലാം പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പാസ്സായിക്കോളും. പക്ഷെ അങ്ങനെയല്ല. തിയറി പ്ലേസ് എ മേജർ റോൾ ഇൻ അവർ എക്സാം. അത് നമുക്ക് ആ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോഴേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഈവൻ തിയറി സബ്ജക്റ്റ് എന്തായാലും തിയറി പഠിക്കണം. പക്ഷേ പ്രാക്ടിക്കൽ സബ്ജക്റ്റ് ആണെങ്കിൽ പോലും നമ്മൾ തിയറി സ്കിപ്പ് ചെയ്യാതിരിക്കുക. മാക്സിമം എല്ലാം കവർ ചെയ്ത് പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഫുള്ളായിട്ട് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇപ്പോൾ ഓതേഴ്സിൻ്റെ ബുക്കൊക്കെ ഉണ്ടാവും, തിയറീസ് മാത്രമുള്ള, പ്രാക്ടിക്കൽ സബ്ജക്ട്സിൻ്റെ തിയറീസ് മാത്രമുള്ള ബുക്സ് അല്ലെങ്കിൽ റിവിഷൻ വീഡിയോസൊക്കെ യൂട്യൂബിലൊക്കെ ഉണ്ട്. അപ്പം അത് മാത്രം ഒന്ന് റെഫർ ചെയ്ത് പോവുക. അതൊരു 1 hour 2 hours 3 hours ഒക്കെ കാണത്തുള്ളൂ. അതൊരു 2-3 ദിവസമായിട്ടിരുന്ന് ആ 3 hours വീഡിയോ കേൾക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലത് കടന്നോളും. നമുക്ക് അന്നേരത്തേക്ക് മതി. നമ്മൾ അൾട്ടിമേറ്റ് എക്സാം പാസ്സാകുക എന്നുള്ളത് മാത്രമാണ്. അതിനുവേണ്ടി മാത്രം അത് കേട്ടാലും മതി. ബാക്കി പിന്നെ പഠിക്കാം. ശരി, ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പം അങ്ങനെ നോക്കുക. നിങ്ങൾക്കത് ഫുള്ളായിട്ട് നോട്ട് നോക്കി വായിച്ചെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഏതെങ്കിലും ഫാക്കൽറ്റീസിൻ്റെ ക്ലാസ് കണ്ട് അത് റിവൈസ് ചെയ്യാൻ നോക്കുക. പിന്നെ നമ്മുടെ എക്സാമിന് മാക്സിമം 100 മാർക്കും അറ്റൻഡ് ചെയ്യാൻ നോക്കുക. അറ്റൻഡ് ചെയ്യുക ഇൻ ദ സെൻസ് നമുക്ക് ആ 3 hours തന്നെ അതിന് വേണ്ടി ഞാൻ വേറൊരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം. അപ്പം 100 മാർക്സിനും അറ്റൻഡ് ചെയ്യാൻ നോക്കുക. അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും എഴുതി വയ്ക്കുക. പിന്നെ കീവേഡ്സ് മെയിനായിട്ടുള്ളതൊക്കെ അണ്ടർലൈൻ ചെയ്യുക. പിന്നെ നമുക്ക് എല്ലാം മാർജിനും കാര്യങ്ങളൊന്നും ആവശ്യമൊന്നുമില്ല. അതിൻ്റെ ഹെഡിങ്ങും സബ് ഹെഡിങ്ങും ഒക്കെ പ്രോപ്പർ ആണെങ്കിൽ പിന്നെ മാർജിനും വരച്ച് അങ്ങനെ സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ എല്ലാം ലാസ്റ്റ് ഡേയിലൊക്കെ അത്രയേ ഉള്ളൂ. പിന്നെ ചില ക്വസ്റ്റ്യൻസ് അതങ്ങനെ ഉണ്ടാവും, നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇതെല്ലാം കൂടെ കാണുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും. അപ്പം അന്നേരം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ലാസ്റ്റ് മൊമെൻറ്റിലേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും അത് ഒന്നുകൂടെ എടുത്ത് നോക്കുക. അതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് അറിയാവുന്നതുണ്ടാവും. അപ്പോൾ അത് മാത്രം പ്രസൻറ്റ് ചെയ്യുക. ബാക്കി നിൽക്കട്ടെ, ബാക്കി എന്തെങ്കിലും ആയിക്കോട്ടെ. നമുക്ക് എന്തായാലും നമ്മൾ വിടാൻ തീരുമാനിച്ചതല്ലേ, അങ്ങനെ വിടാതെ നമുക്ക് എന്താണോ അതിൽ നിന്ന് അറിയാവുന്നത് ഇത് മാത്രം എഴുതി വയ്ക്കാം. അപ്പോൾ ഇത്രയ്ക്കേ ഉള്ളൂ. ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.